ഇതാരൊക്കെ ഇവിടെ വന്നേക്കുന്നേ? എല്ലാരും ഉണ്ടല്ലോ. എനിക്കറിയായിരുന്നു ഇവിടെ വന്ന കുറെ പേരെ കാണാൻ കഴിയുമെന്ന്. എന്നാലും ഇത്ര പേര് ഓൺലൈനിൽ ഉണ്ടാകുമെന്ന് ഈ കൊച്ചു മറിയാമ്മ പ്രതീക്ഷിച്ചില്ലട്ടോ. ഈ കൊച്ചു മറിയാമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അതാരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലേ ഈ കൊച്ചു മറിയാമ്മയ്ക്ക് ഉറക്കം വരികയില്ല. കൊച്ചുനാള് മുതൽ അങ്ങനെയാ. ഇപ്പോൾ വയസ്സ് 72. എന്നിട്ടും ആ ശീലത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ കാര്യം വേഗത്തിൽ അങ്ങ് പറയാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആദാമിന്റെയും ഹവ്വയുടെയും കഥയാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലേ ആദാമിനെയും ഹവ്വയെയും? അതെ, ദൈവം അവരെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ ഏദൻ തോട്ടത്തിലാക്കി. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം മാത്രം പറിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ പഴങ്ങള് എപ്പോഴും കഴിക്കുവാനും ദൈവത്തോടു കൂടെ എപ്പോഴും സമയം ചെലവഴിക്കുവാനും അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ സാത്താന്റെ വാക്ക് കേട്ടനുസരിച്ച ഹവ്വ ആ പഴം പറിച്ച് തിന്നാനും അതിന്റെ പങ്ക് ആദാമിന് കൊടുക്കാനും ഇടയായി. അതിനാൽ ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഞാൻ ഇന്ന് അവരുടെ വീട്ടിലൊന്ന് കയറും. എന്റെ മക്കളെ, ആ അവസ്ഥ നിങ്ങളോട് പറയാനാ ഞാൻ ഇന്ന് പോന്നത്. ആദാമാണെങ്കിൽ 24 മണിക്കൂറും പറമ്പിലും പാടത്തിലും. ഹവ്വയ്ക്കാണെങ്കിൽ നിലത്തിരിക്കാൻ സമയമില്ല. വയനാണെങ്കിൽ അസൂയ കാരണം ഹാബിലിനെ കൊന്നു കളഞ്ഞു. ആദാം ഹവ്വയോട് ഇടയ്ക്കിടയ്ക്ക് നീ ഒറ്റ അവിടുത്തെ കാരണമാണ് ഈ കഷ്ടപ്പാടെല്ലാം എന്ന് പറഞ്ഞ് വഴക്കും. പാപം ഇതെല്ലാം പറഞ്ഞ് കുറെ കരഞ്ഞു. എങ്ങനെ കഴിഞ്ഞതാ? ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ രൂപവും എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല. എന്റെ മക്കളെ, ഈ കൊച്ചു മറിയാമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മൾ എല്ലാവരും ദൈവമക്കളാ. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി ദൈവവചനം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാത്താൻ പല തരത്തിലും നമ്മളെ പിടിക്കാൻ നോക്കും. സാത്താന്റെ വലയിൽ വീഴരുതട്ടോ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ വന്നാൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടു കഷ്ടത മാത്രമേ പിന്നെ ഉണ്ടാവൂ. ഈ കൊച്ചു മറിയാമ്മയ്ക്ക് നിങ്ങളോട് ഇത്രയുമേ പറയാനുള്ളൂ. ഇത് പറയാനാ കൊച്ചു മറിയം ഇത്രയും ദൂരം താണ്ടി ഇത്രടം വരെ വന്നത്. പോട്ടെട്ടോ. Little gospel, gotta come and sing along. Sharing gospel news in every song. Little Gospel Garden.